ശബരിമലയിൽ SIT പുതിയ കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. പിടിയിലായിട്ടുള്ളവരെ കൂടാതെ ഇനിയും പലരും കുടുങ്ങാനുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് ശരിക്കും SIT ആരെങ്കിലും കൊടുക്കുമോ? കുടുങ്ങാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ എല്ലാവരും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഉൾപ്പെടെ അറസ്റ്റിലായിട്ടുള്ള എല്ലാവരും തന്നെ ജാമ്യ ഹർജിയുമായിട്ട് മുമ്പോട്ട് പോയിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൽ ഇവർ പ്രധാനമായിട്ടും പറയുന്ന കാര്യം 98 സ്വർണം പൂശിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇതിനെ മറികടക്കുന്ന ഒരു വലിയ നിർണായകമായിട്ടുള്ള രേഖകൾ SITക്ക് ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്ത് നിന്ന് തന്നെ കിട്ടിയെന്നാണ് പറയുന്നത്. അതാണ് ഇപ്പോൾ ഇവർക്ക് വിനയാകുന്ന ഒരു പ്രധാന കാര്യം. 420 പേജുള്ള രേഖകളാണ് കിട്ടിയിരിക്കുന്നത്. ഈ 420 പേജുള്ള രേഖകളിലെല്ലാം തന്നെ ആ സമയത്തുള്ള, അതായത് ആ 98 കാലഘട്ടത്തിൽ ഇത് സ്വർണം പൂശിയതാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളുണ്ട് എന്ന് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. കാരണം സ്ഥിരീകരിച്ചിട്ടുള്ള ഡോക്യുമെന്റ്സ് ആയിട്ട് അതല്ലെങ്കിൽ വാർത്തകളായിട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പകരം വരുന്നത് മുഴുവനും. അപ്പോൾ ഈ 98 രേഖകൾ ഇതുവരെയും SITക്ക് ദേവസ്വം ബോർഡ് നൽകിയിട്ടില്ല. പല സമയത്തായിട്ട് ഇവർ ചോദിക്കുന്നുണ്ട് ഈ സമയത്തുള്ള, അതായത് ആ കാലഘട്ടത്തിലുള്ള രേഖകൾ അടങ്ങിയിട്ടുള്ള ഫയൽ എവിടെയെന്ന് SIT ചോദിക്കുമ്പോഴൊന്നും ഇവർ മറുപടി നൽകിയിട്ടൊന്നുമില്ല. അതിനെ തുടർന്നാണ് ഈ അന്വേഷണത്തിനിടയിൽ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്ത് നിന്ന് ഈ ഒരു ഫയൽ കിട്ടുന്നത്. അപ്പോൾ ഇത് വരുന്നതോടുകൂടി തന്നെയാണ് പത്മകുമാർ ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യ ഹർജി വീണ്ടും തള്ളാനുള്ള സാധ്യതകൾ വരുന്നത്. ആദ്യം ഇവർ പറഞ്ഞത്, പത്മകുമാർ അടക്കം ആദ്യം പറഞ്ഞത് ഈ പാളികളെല്ലാം തന്നെ ചെമ്പാണ് എന്ന് പറയുന്നു. പിന്നീട് പറയുന്നുണ്ട് ഇത് സ്വർണം പൂശിയതാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ സ്വർണം പൂശിയതല്ല, അത് ക്ലാഡ് ചെയ്ത് പിടിപ്പിച്ചതാണ് എന്നുള്ള ഇതാണ് വസ്തുത. ഇതാണ് ഇവരെ അഴിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുള്ളത്. ഈ കേസിൽ ഈ 2 തരത്തിൽ തന്നെ ഇവർ സമ്മതിക്കുക കൂടെ ചെയ്യുമ്പോൾ SITക്ക് അവിടെ തന്നെ ഒരു സംശയം ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് SIT അന്വേഷണം നടത്തിയത്, തെളിവെടുപ്പൊക്കെ നടത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞു N വാസുവിൻ്റെ വാദങ്ങൾ എന്ന് പറയുന്നത് പാളികൾ പുറത്തു കൊണ്ടുപോയ തീരുമാനങ്ങളിൽ തനിക്ക് പങ്കില്ല എന്നായിരുന്നു. താൻ ചുമതലയേറ്റ സമയത്തും ചെറിയ മാറിയ തീയതിയും സാങ്കേതിക കാര്യങ്ങളിലൊക്കെ കടിച്ചു തൂങ്ങിയാണ് വാസുവും ഈ കാര്യത്തിൽ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അന്നൊന്നും ഈ പാളികളിൽ സ്വർണ്ണമില്ല എന്നുള്ളതാണ് വാസുവും പറഞ്ഞിട്ടുള്ളത്. 98 സ്വർണം പൂശിയ രേഖകളെ SITക്ക് നൽകാതെ ദേവസ്വം ബോർഡ് പിടിച്ചു വെച്ചതിന് പിന്നിലും ചില ആളുകളുടെ ഒരു എന്താ പറയുക താല്പര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഈ പിടിയിലായിട്ടുള്ള പത്മകുമാറും വാസുവും മുരാരി ബാബുവും ഒക്കെ അവർ അനുസരിച്ചിട്ടുള്ളത് വേറെ ആരുടെയെങ്കിലും ഒരു ഒത്താശയോട് കൂടിയായിരിക്കാം ഇത്തരത്തിലുള്ളൊരു മൊഴി SITക്ക് നൽകിയത് എന്ന് പറയുന്നുണ്ട്. UB ഗ്രൂപ്പിലെ ചുമതലപ്പെട്ട ആള് സ്വർണം പൊതിഞ്ഞതായിട്ട് എഴുതി നൽകിയ കണക്കുകൾ മാത്രമാണ് ദേവസ്വം ബോർഡ് കൈമാറിയിട്ടുണ്ടായിരുന്നത്. പൊതിഞ്ഞ സ്വർണം പരിശോധിച്ച് ബോധ്യപ്പെട്ടിട്ടുള്ള ശബരിമല ഡെവലപ്മെന്റ് പ്രോജക്ട് ചീഫ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവർ ഒപ്പിട്ടിട്ടുള്ള മഹസർ രേഖയാണ് SITക്ക് ഇതുവരെ ഇവർ നൽകാതിരുന്നത്. ഈ ആധികാരികമായിട്ടുള്ള രേഖകളാണ് ഒക്ടോബർ 31 കണ്ടെടുത്തിട്ടുള്ളത്. 98 മുതലുള്ള രേഖകൾ പിടിച്ചെടുക്കാൻ വേണ്ടി ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ സമയത്ത് തന്നെ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഈ മല്യ സ്വർണം പൊതിഞ്ഞ സമയത്ത് ദേവസ്വം മരാമത്ത് വിഭാഗത്തിനായിരുന്നു ഇതിൻ്റെ നിർമ്മാണ ചുമതല ഉണ്ടായിരുന്നത്. ചെന്നൈ മൈലാപ്പൂർ JNR ജ്വല്ലറി ഉടമയായിട്ടുള്ള നാഗരാജിൻ്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള 53 ശില്പികൾ സന്നിധാനത്ത് ദേവസ്വം മരാമത്ത് കോംപ്ലക്സ് കെട്ടിടത്തിൽ ആണ് ഇതിൻ്റെ പണികൾ നടത്തിയത്. ഈ സമയത്ത് മുഴുവൻ ഇവിടെ തന്നെ താമസിച്ചിട്ടാണ് ഈ പണി നടത്തുന്നത്. അതായത് ഇപ്പോൾ ഇവർ സ്വർണം പൂശാനായിട്ട് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഹൈക്കോടതിയുടെ അനുവാദം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 98 അവിടെ സ്റ്റേ ചെയ്ത് ഈ ഒരു പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവിടെ നടത്തിയത്. അപ്പോൾ ഈ പണികൾ നടത്തുന്ന സമയത്ത് 30.3 കിലോഗ്രാം സ്വർണവും 1900 കിലോ ചെമ്പും ഉപയോഗിച്ചിട്ടാണ് ശ്രീകോവിലും മേൽക്കൂരയും ദാരുശില്പവും ഒക്കെ പൊതിഞ്ഞിട്ടുള്ളത്. ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്ത് മരാമത്ത് വിഭാഗം ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ പഴയ രേഖകൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു മുറിയുണ്ട്. ആ മുറിയിൽ നിന്നാണ് ഇപ്പോഴുള്ള ഈ ഫയൽ SITക്ക് കിട്ടിയത്. മല്യക്ക് സ്വർണം പൊതിയാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി നൽകിയിട്ടുള്ള അനുമതി, ബോർഡിൻ്റെ ഉത്തരവുകൾ,
സ്വിറ്റ്സർലാൻഡിൽ നിന്ന് 22 ക്യാരറ്റ് സ്വർണം ഇറക്കുമതി ചെയ്തതിൻ്റെ രേഖകളും ഒക്കെയും ഈ ഫയലിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അന്നത്തെ ശബരിമല ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ചീഫ് എഞ്ചിനീയർ ആയിട്ടുള്ളത് കെ രവികുമാറാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത് CR രാജശേഖരൻ നായരാണ്. ഇവരുടെ മേൽനോട്ടത്തിലാണ് ഈ സ്വർണം പൊതിയൽ ജോലികളെല്ലാം തന്നെ നടന്നിട്ടുള്ളത്. അതിൻ്റെ വിശദമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഈ ഫയലിലുള്ളത്. ഇതിൻ്റെ പകർപ്പെടുത്ത ശേഷം ഫയൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബോർഡ് എടുത്തിട്ടുള്ള പകർപ്പ് ദേവസ്വം ബോർഡ് അധികൃതർ പിന്നീട് പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഈ പുതിയ രേഖകൾ വന്നതോടുകൂടി പ്രതികളുടെ, അതായത് ഇപ്പോൾ അകത്ത് കിടക്കുന്ന എല്ലാവരുടെയും തന്നെ ജാമ്യാപേക്ഷ തള്ളാനുള്ള സാധ്യതകളുണ്ട്. കാരണം ആ രേഖകൾ, നമ്മൾ ഈ പറഞ്ഞ രേഖകളിലെല്ലാം തന്നെ ഇത് സ്വർണമാണോ, അല്ലെങ്കിൽ സ്വർണം പൂശിയതാണോ, അല്ലെങ്കിൽ അത് ചെമ്പാണോ, ഇതിൽ ഏതാണ് വസ്തുത എന്നുള്ളത് തെളിയിക്കുന്ന രേഖകളാണ് ഈ കിട്ടിയിട്ടുള്ളതെല്ലാം തന്നെ. അത് മാത്രമല്ല, കൊള്ളയിൽ പങ്കാളികളായിട്ടുള്ള കൂടുതൽ പേരിലേക്ക്, ഉദ്യോഗസ്ഥരിലേക്ക് ഇതിൻ്റെ അന്വേഷണം നീളാനുള്ള സാധ്യതകളുമുണ്ട്. പൂർണ്ണമായിട്ടും ഭക്തന്മാരുടെ ഇതിനെതിരെ വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. പുറത്തിറങ്ങി, നമ്മുടെ പ്രതിപക്ഷമൊന്നും പുറത്തിറങ്ങി ഇതിനെ കാര്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമായ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇവിടെ ആശമാരുടെ സമരത്തിൽ ഉൾപ്പെടെ പ്രതിപക്ഷം ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുമുള്ള ഒരു എന്താ പറയുക പ്രതിഷേധ പ്രകടനങ്ങൾക്ക് ഒന്നും പോയിട്ടില്ല. അത് നീക്കം നടത്താത്തതിൽ പോലും സംശയമുണ്ട്. കാരണം ഇതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ ഇതിപ്പോൾ തുടങ്ങിയതല്ല, ഇതിനു മുമ്പും ഇതൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഈ പിടിയിലായിട്ടുള്ളവരൊക്കെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ SIT ഇപ്പോൾ നടത്തുന്ന അന്വേഷണം വെച്ചിട്ട് ഈ 98 മുതലുള്ള അന്വേഷണമാണ് നടത്തുന്നത്. അതിനു മുമ്പ് ശബരിമലയിൽ എന്ത് നടന്നു എന്നുള്ളതിനെക്കുറിച്ച് ആരും അന്വേഷിക്കുന്നില്ല. അങ്ങനെ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അത് UDFന്റെ കാലഘട്ടത്തിലാണ് എന്നുണ്ടെങ്കിൽ, UDFന്റെ ആളുകളായിരിക്കുമല്ലോ ആ സമയത്ത് ദേവസ്വം ബോർഡിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് തുടങ്ങി ഒരുപക്ഷെ ഇത്തരത്തിലുള്ള തട്ടിപ്പൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് പേടിച്ചിട്ടാണോ എന്നറിയില്ല, ഈ പറയുന്ന പ്രതിപക്ഷം ഇത് കൂടുതൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം, അതായത് ഹിന്ദു വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു എന്താ പറയുക വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ നടത്തുകയാണെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇപ്പോഴുണ്ടായിട്ടുള്ള ഒരു ചരിത്രം ആവർത്തിക്കാനുള്ള സാധ്യതകളേറെയാണ്. അപ്പോൾ കോൺഗ്രസ് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാതിരിക്കുന്നത് ഈ ഒരു ഭയം കൊണ്ടായിരിക്കാമെന്നും പുറമെ ഒരു എന്താ പറയുക, നമ്മൾ പറയില്ല കരക്കമ്പിയുണ്ട്, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ഒരു വലിയ സംസാരമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഇനി രേഖകളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ, ഈ രേഖകൾ പ്രകാരം ശ്രീകോവിലുള്ള ഓരോ പാളിയിലും എത്ര ഗ്രാം സ്വർണം ഉണ്ടായിട്ടുണ്ട് എന്ന് പോലും അതിൽ അടയാളപ്പെടുത്തി വെക്കാനുള്ള സാധ്യതകൾ കൃത്യമായിട്ടുണ്ട്, അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. സ്വർണം മാറ്റിയ ശേഷം പകരം വെച്ചിട്ടുള്ള ചെമ്പ് പാളികൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഈ തട്ടിപ്പ് എത്രത്തോളം വ്യാപ്തിയിലുള്ളതാണ് എന്നുകൂടി ബോധ്യപ്പെടുമെന്ന് അന്വേഷണ സംഘം കോടതിയെ സ്വാഭാവികമായിട്ടും അറിയിക്കുകയും ചെയ്യും. വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ നിസ്സാരമായിട്ടുള്ള ഒരു സ്വർണത്തിന് വേണ്ടിയിട്ടായിരിക്കില്ല ഇതിനകത്ത്. അപ്പം നമുക്കൊന്ന് സംശയിക്കാം, ഇത്ര ഗ്രാം സ്വർണം അവിടുന്ന് അടിച്ചു മാറ്റുന്നു, ഈ അടിച്ചു മാറ്റുന്ന നെക്സസിനെ, അത് കൂട്ടത്തിന് വലിയ സംശയം കോടതി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്, അന്താരാഷ്ട്ര ബന്ധം വരെ. അതെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, കുറച്ച് സ്വർണത്തിന് വേണ്ടി മാത്രമായിരിക്കുമോ അവിടെ കൊള്ള നടന്നിട്ടുള്ളത്? അപ്പോൾ ഈ സ്വർണത്തിൻ്റെ അളവെടുക്കുന്നതും അതിൻ്റെ കണക്ക് കൂട്ടുന്നതും കാര്യങ്ങളും എല്ലാം നമുക്ക് ശരിയെന്ന് വയ്ക്കുക, അത് വേണ്ടതുമാണ്. അത് നഷ്ടപ്പെട്ട സ്വർണത്തെ തിരികെ കൊണ്ടുവരികയും വേണം. പക്ഷെ അതിനും അപ്പുറത്തേക്ക് വിലമതിക്കാനാകാത്ത മറ്റെന്തെങ്കിലും സ്വത്ത് ശബരിമലയിൽ നിന്ന് മോഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നോ, ഇല്ലെങ്കിൽ അടിച്ചു മാറ്റാനുള്ള ശ്രമമായിരുന്നോ എന്നുള്ളത്. സുഭാഷ് കപൂറൊക്കെ നിസ്സാരം കുറച്ച് സ്വർണത്തിൻ്റെ പരിപാടിക്കൊന്നും വരുന്ന ആളാണെന്ന് തോന്നുന്നില്ല. കാരണം കോടികൾ വിലയുള്ള വിഗ്രഹങ്ങളൊക്കെയാണ് ഇവർ മോഷ്ടിക്കാറുള്ളത്, ഇത് അന്താരാഷ്ട്ര തലത്തിൽ വിൽക്കാറുള്ളത്. അപ്പോൾ വിലമതിക്കാനാകാത്ത സ്വത്ത് ശബരിമലയിൽ നിന്ന് ഭഗവാന്റേതായിട്ടുള്ളത് എന്തെങ്കിലും കൊണ്ടുപോകാനുള്ള ശ്രമമായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ സ്വർണത്തിന്റെ കണക്ക് പറഞ്ഞവർ പറഞ്ഞാൽ അതിൽ ആ
അത് സ്വർണത്തിന്റെ ആ സ്വർണത്തിന് തന്നെ മൂല്യം വരുന്നത് പ്രിയ അത് ഭഗവാന്റേതാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ. അതുകൊണ്ടാണ് ആ സ്വർണത്തിന് എങ്കിലും അതിന് വിലയുണ്ട്, ഭഗവാന്റെ വാതിൽപ്പാളിയാണ് എന്നുള്ളത് കൊണ്ട് അതിന് ദിവ്യമായ ചൈതന്യമുണ്ട് എന്നുള്ളതും ശരി തന്നെയാണ്, അതിന് വലിയ വിലയുണ്ടാവും. പക്ഷെ അതിനും അപ്പുറത്തേക്ക് മൂല്യമുള്ള എന്തെങ്കിലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. വിഗ്രഹത്തിന്റെ കാര്യത്തിലായാലും മറ്റ് ഭഗവാന്റെ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതിലെല്ലാത്തിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടുണ്ടോ, എന്തെങ്കിലും കടത്തിയിട്ടുണ്ടോ എന്നുള്ള പേടി പോലും ഉണ്ട്, എന്ന സംശയം പോലുമുണ്ട്. അപ്പോൾ സ്വർണത്തിൻ്റെ മൂല്യം മാത്രമല്ല, സ്വർണത്തിന് മൂല്യം വരുന്നത് ഭഗവാന്റേതാകുന്നത് കൊണ്ടാണ്, ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ വാതിൽപ്പാളിയാവുന്നത് കൊണ്ടാണ്. ഇനി മറ്റൊന്ന് ദ്വാരപാലകനും ഭഗവാന്റേതായത് കൊണ്ടാണ് ആ മൂല്യം വരുന്നത്. അതുപോലെ തന്നെ ഇതിനും വിലമതിപ്പുള്ള ഒരുപാട് വസ്തുക്കളുണ്ട് അവിടെ. അതിനെന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ പദ്ധതി, അത് മറച്ചു വെക്കപ്പെട്ടിട്ടുണ്ടോ, എന്താണ് നടന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് വലിയ അന്വേഷണം നടക്കണം. കൃത്യമായിട്ട് അത് വെളിച്ചത്ത് വന്നാലേ അതുകൊണ്ട് ഈ പറയുന്ന ഈശ്വരതുല്യരായിട്ടുള്ള ആൾക്കാരെ കൂടി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താലേ അതെല്ലാം പുറത്തു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്.